ഓൻ കാണിക്കല്. നമ്മളെ അടിപൊളിയാണ് അമ്മച്ചി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു യാത്ര പോവാണ്. എവിടെക്കാന്ന് വെച്ചാൽ എറണാകുളം വഴി ലുലു മാളിലോട്ട്. അപ്പോൾ ഗായ്സ്, നിങ്ങളൊക്കെ പോയിക്കണമെന്ന് വിചാരിക്കുന്നു. പോകാത്തവരുണ്ടാകും, അതുപോലെ തന്നെ പോയി മടുത്തവരുണ്ടാവും. ഓൽക്കൊന്നും ഇത് പോയി മടുത്ത് റിച്ച് പീപ്പിൾസൊക്കെ ചിലപ്പോൾ പോയി മടുത്തവരുണ്ടാവും. അപ്പോൾ അവർക്കൊന്നും ഇത് വലിയൊരു ബാധ്യതയായി വലിയ രസയാത്രമാതിരി. കാരണം എന്നാലും നമ്മളൊന്ന് മിഡിൽ ക്ലാസ് സംബന്ധിച്ചോളം ഇത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ പോയിക്കാണ്ട് നമ്മളിന്ന് നാളെ രാവിലെ ഒരു 6 മണിക്ക് ഇവിടുന്ന് പോകും, ഏണിക്കാൻ ട്രെയിന്. ബാക്കി നമുക്ക് അപ്പോൾ വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഗായ്സ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണേ, ഇവിടെ ട്രെയിനൊക്കെ എത്തിക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 7:15 ഇവിടുന്ന് പുറപ്പെടും ലുലു മാൾക്ക്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണേ, പരിപ്പാടി റെയിൽവേ സ്റ്റേഷന്. നമ്മളെ അഞ്ചൻകുട്ടി ചാലോ ആയി പറയും. അപ്പോൾ എൻ്റെ അഞ്ചന് ആദ്യമായിട്ടാണ് ട്രെയിനിൽ കൊണ്ടത്. അപ്പോൾ നമുക്ക് ഇത്ര വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആണ് അവൻ കാണിക്കല്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിക്കണേ ലുലു മാളിലോട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ ഗൈസ്, നമ്മൾ 4 മണിക്കൂറിന് ശേഷം ഇവിടെ ആലുവയിലെത്തിക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ ആലുവ എത്തിക്കണേ. നമ്മൾ ലുലു മാൾക്ക് പോകണം. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളെ മെട്രോ വരുന്നതാ മറ്റേ ചേനാട്ട വരുന്നതായിട്ടാണ് അതിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ മെട്രോയിൽ കയറിയിരിക്കണേ. ഭയങ്കര AC ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഈ ചൂട് കാലത്തൊക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ആലുവയിൽ കയറി എടപ്പള്ളിയിൽ ഇറങ്ങി ലുലുവിൻ്റെ എൻട്രി എത്തിക്കണേ. ഈ എൻട്രി കടന്നു കഴിഞ്ഞാൽ നമ്മളെ ലുലു മാളാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ ലുലു മാളിലാണ്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്, എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ മീൻ പിടുത്തയ്യേ അതിൻ്റെ ടോയ്സ്. മീൻ പിടിച്ചാൽ അത് തൊള്ളിക്കാക്കി കൊടുക്കുക, അങ്ങോട്ട് ഇങ്ങനെ വലിച്ച് 5 പൈസക്ക് എങ്കിലും അടിപൊളി കുട്ടികൾക്കൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് പറ്റിയ എല്ലാ സാധനങ്ങളും നമ്മളെ ലുലു മാളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ്. ഇതിനായിട്ടല്ലേ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് മേടിച്ചൊന്നും വേണ്ട, ഇത് കണ്ട് രസിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയാണ്ട് ഇവിടെ ഇരുന്ന് തിന്നാൻ പറ്റും. ഇത് 3rd ഫ്ലോറിലും ഹൈപ്പർ മാർക്കറ്റ് 1st ഫ്ലോറിലുമാണ്. അപ്പോൾ ഗൈസ്, ഇത് ടോയ്സ് ആണ് തോന്നുന്നത്. എനിക്ക് എന്താ മനസ്സിലായില്ല, അറിയണ ഒരു കമൻറ്റ് ചെയ്യുക. അനിമീത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അറിയണ ആകെ ഒരു അനിമി എന്ന് വെച്ചാൽ അറ്റാക്ക് ഓൺ ടൈറ്റൻസ് ആണ്. അതിൽ അറിയില്ല. ലുലു മാളത്തെ ചായക്കടിയാണ് മറ്റേ ക്രീം കേക്ക്. ഇതെന്ത് സാധനം? ഡോണട്ട്. ഇതൊന്ന് തിന്നോക്കണമെന്നുണ്ട്, പൈസ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ അമൂലിൻ്റെ ഐസ്ക്രീം കട. കാണുന്ന ഒരു കണ്ടോളി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ജ്യൂസ് കട, ലുലു മാളത്തെ ജ്യൂസ് കട. ഇവിടെ ജ്യൂസ് മാത്രമല്ല, വെറൈറ്റി ഫലൂഡ ഉണ്ട്. കണ്ടോളി, സംഭവം അടിപൊളിയല്ലേ, ഫ്രൂട്ട് കൊണ്ട് ഫലൂഡ. അപ്പോൾ ഗൈസ്, നമ്മൾ ലുലു മാളിലെ അമ്യൂസ്മെൻറ്റ് പാർക്കിലോട്ട് കടന്നിരിക്കുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മഞ്ഞലൈറ്റ് ആ തീപിടുത്തുള്ള സാധനത്തേക്ക് ഇങ്ങനെ വെള്ളം തൂറ്റിച്ചലാണ്. അത് കുട്ടികൾക്ക് നടക്കുള്ളൂ, നമ്മളെ വലിയവർക്കൊന്നും നടക്കില്ല. അപ്പോൾ സംഭവം അടിപൊളിയാണ്. അമ്മച്ചി, സംഭവം ഇപ്പം തന്നെ തലേക്ക് വിടാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ അഡ്വഞ്ചർ സ്പോട്ട്, മലമകീര. അപ്പോൾ നമ്മൾ ലുലു മാളിലെ ഗെയിം സെൻറ്ററിലാണ്. KFC ലുലു മാളിലുണ്ട്. ഇത് നമ്മുടെ ഗെയിം സെൻറ്ററിൻ്റെ നേരെ മുന്നിലാണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് ലുലു മാളിൻ്റെ ഉൾഭാഗം. സംഭവം നേക്കൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. നല്ല ഹൈപ്പർ ലുലു മാർക്കറ്റ്. അപ്പോൾ ഗൈസ്, ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടെ വണ്ടി വിൽക്കാൻ വെച്ചത് തോന്നുന്നത്. ഈ വണ്ടി പേരെന്താ അറിയുക, സൈഡുണ്ടാവും, നമുക്ക് നോക്കാം. മാഗ്നൈറ്റ് ക്യൂറോ, അറിയാത്ത വണ്ടിയാണ്. പെണ്ണുങ്ങൾക്കുള്ള ക്യൂടെക്സ് ഇവിടെ ഉണ്ട്, മണി മേടിച്ചോളി. നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് വാങ്ങാൻ ലുലു മാർക്കറ്റിലോട്ട് ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുന്നു. സംഭവം അടിപൊളിയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. നമുക്കുള്ള സാധനങ്ങളുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. ഗായ്സ്, വിഷു ആയതുകൊണ്ടാണ് തോന്നുന്നു നമ്മുടെ മാർക്കറ്റ് കൊന്നപ്പൂ കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിരിക്കണു.
ഇവിടെ പിസ്ത അണ്ടിപ്പരിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്, വേണവർ വാങ്ങിക്കോളി. നമ്മൾ മീൻ മാർക്കറ്റിലോട്ട് കയറിക്കണു ഗൈസ്. കരിമീനിന് 599 രൂപ, ചൂരക്ക് 249 രൂപ. ഗൈസ് ഇവിടുത്തെ കാക്ക ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു. സംഭവം എന്തോ രഹസ്യമുണ്ട് ഇവിടെ. ഗൈസ് ഇതാണ് പോത്ത് കവറിലാക്കിയാണ്ട് വിൽക്കലാണ് ഇവര്. ഗൈസ് മട്ടന് കിലോന് 659 റുപ്യ. ഇതെന്തത് കോഴി ബലൂണാക്കി വെച്ച മാതിരിയുണ്ട്. എന്താ ബ്രോയിലർ കോഴിയാണ് ഗൈസ്. നാടൻ ചിക്കൻ 345 റുപ്യ, ബ്രോയിലർ 288. ഗൈസ് ഇത് പല ഐറ്റം ബീഫ് ഇറച്ചികൾ ഇങ്ങനെ വെതറിയതാണ് ഗൈസ്. ഇത് ബീഫ് മസാല ആക്കിയതാണെന്ന് തോന്നുന്നത്. ഇത് ഗൈസ് ഇതൊക്കെ ഈ തലച്ചോറ്, ബീഫിൻ്റെ തലച്ചോറ്, പോത്തിൻ്റെ ആടിൻ്റെ ഒക്കെ ഉണ്ട് തോന്നുന്നു. ഇപ്പോൾ നാടൻ ചക്ക ഇവിടെ ലുലുവിൽ വിൽക്കുന്നുണ്ട്. ഇത് മേടിച്ചേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമ്മളെ നാട്ടിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ലുലു മാർക്കറ്റിലുള്ളത്, ഹൈപ്പർ മാർക്കറ്റിൽ. ഇത് മറ്റേ കിവി അറിയാമെങ്കിൽ അടിപൊളി സാധനം. നമ്മളെ ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഉള്ളത്. അപ്പുറത്ത് വെജിറ്റബിൾ ഉണ്ട്, ഇപ്പുറത്ത് വെജിറ്റബിൾ തന്നെ തോന്നുന്നുണ്ട്, വെജിറ്റബിൾ ഉണ്ട്. നമ്മളവിടുന്ന് കണ്ട ഡോണട്ട് ഉണ്ട് ഇവിടെ. ഇതെന്താ കോഴിവടെ? ഇതാ നമ്മളെ പുകാട ഉണ്ട് ഗൈസ്. പുകാടൊക്കെ വിൽക്കുന്നുണ്ട്. ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ, കൈപ്പം പൊരിച്ചത് എക്സെട്ര. അപ്പോൾ ഇവിടെ വെറൈറ്റി കേക്കുകളാണുള്ളത്, എല്ലാവരും ഒന്ന് മേടിച്ച് നോക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് വാങ്ങാനായി പഴിച്ചിട്ട് വയ്യ. ചിക്കൻ ഇവിടെ ഫുള്ളിന് 560, ഹാഫിന് 255 ഗൈസ്. ഇവിടെ പലതരം പൊരിച്ച സാധനങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഒക്കെ കാണിച്ചു തരാം ഞാൻ. എനിക്ക് പേര് ഇത് ബ്രോസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. ഇത് കോഴി ചവിട്ടി പൊരിച്ചത് ഗൈസ്. നിക്കേസിൻ്റെ വലിപ്പം നോക്കി. ഇതാണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ്, ഇതന്നെ ഉള്ളൂ. ഇത് ചിക്കൻ ചിക്കൻ സ്ട്രിപ്സ്, അടിപൊളി സാധനമുണ്ട്. ഇത് പാസ്ത, കുറേ സാധനങ്ങളുണ്ട് ഗൈസ്, കണ്ട് രസിക്കൂ ഗൈസ്. നമുക്കുള്ള സാധനം അയക്കണേ ഫ്രൈഡ് റൈസും അയക്ക് മറ്റേ പനീറിൻ്റെ കറിയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ ഗൈസ്. ജോസ് ആലുക്കാസ് നമ്മളെ ലുലു മാളിലുണ്ട്, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം ഗൈസ്. ഇത് കളിപ്പാട്ടകളാണ് തോന്നുന്നു. ആന തുമ്പിക്കൈ, അടിപൊളി സാധനം. നിങ്ങളിൽ ആരെങ്കിലും യോഗാസനം ചെയ്യുന്നുണ്ടോ? അവർക്ക് പറ്റിയ സാമാനങ്ങൾ ഇവിടെയുണ്ട്. ലുലു മാൾ. നമ്മൾ ലുലു മാൾ വിട്ടിട്ടാ അവിടുത്തെ എല്ലാ ഇതും എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ ഇനി മറീന ബീച്ചിൽ പോകണേ. അപ്പോൾ നമുക്ക് ഇനി മറീന ബീച്ചിൽ കാണാം. ഓക്കെ അല്ലേ ഷാലു? ഓക്കെ അല്ലേ? ഇവിടുന്ന് കാറൊക്കെ ഉണ്ടോ, കളിപ്പാട്ട പോലെയാണ്. മറൈൻ ഡ്രൈവിൽ ഫ്ലാറ്റിലൂടെ മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടു. അവിടെ മറ്റേ വോട്ടിൻ്റെ ഒരു കാര്യത്തിനാണ്, അതിനെ ഒരു ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പോലെ കാണില്ല. പക്ഷേ ഞങ്ങൾ മറൈൻ ഡ്രൈവിലോട്ട് പോയില്ല, അതിൻ്റെ അപ്പുറത്ത് നമ്മളെ ബോട്ടിങ് കാര്യങ്ങളുള്ള സ്ഥലത്തേക്ക് എത്തിക്കണേ. ഇവിടെ നമ്മൾ വാട്ടർ മെട്രോയിൽ പോകാൻ കരുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കപ്പലുകൾ നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ വാട്ടർ മെട്രോയിൽ പോകാൻ വിചാരിച്ചതിന് പക്ഷേ അവിടെ നിറച്ച് ക്യൂ ആണ്, അതുകൊണ്ട് പോകാൻ പറ്റിയ ബോട്ടിങ്ങിന് പോകണ്ടെന്ന് നോക്കുന്നുണ്ട്. പോയി നോക്കാം ഗൈസ്. ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു, ടൈമിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബോട്ടിങ്ങിന് പോകാൻ പറ്റിയായിരുന്നു. ഞങ്ങൾക്ക് 5 മണിക്കാണ് ട്രെയിന്. ഇവിടെ നിന്നാണ് CID മൂസ, ദോസ്ത് അങ്ങനത്തെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആലുവയ്ക്ക് മെട്രോ കയറി, ഇനി അവിടെ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് ട്രെയിനിൽ പോകും. ഗൈസ് നമ്മൾ അങ്ങനെ വിട പറയുകയാണ്. ലുലു മാൾ വിട പറഞ്ഞു, ഇനി എറണാകുളം വിട പറയുകയാണ്. ആലുവ എന്ന് ഞങ്ങൾ വിട പറയുകയാണ്. നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. ഗൈസ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ അടുത്ത് പോലീസുകാരനായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ലുലു മാൾ പോയി. ഇവിടെ ഒരു രാത്രി 10 മണിക്കാണ് ഫാമിലി അടുത്ത് എത്തിയത്. നമ്മൾ എക്സ്പ്ലോർ ചെയ്തതിൽ ഏറ്റവും മിസ്സായത് നമ്മളെ വാട്ടർ മെട്രോ ആണ്. വാട്ടർ മെട്രോയിൽ അവിടെ നിറച്ച് ക്യൂ ആയതുകൊണ്ട് നമുക്ക് തിരക്കായതുകൊണ്ട് ഉള്ളിലും തോന്നാൻ ഓർത്ത ആൾ പറഞ്ഞ ഒരു 3 മണിക്കൂറെങ്കിലും പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ വരുന്ന ട്രെയിനിൻ്റെ ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് വന്നതും ട്രെയിനിലാണ്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അതിൽ കയറിയില്ല. വാട്ടർ മെട്രോ നമുക്ക് വളരെയധികം മിസ്സായി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സംഭവം. പിന്നെ ബോട്ടിങ് കാര്യങ്ങൾ അതൊക്കെ എത്ര 1 മണിക്കൂർ യാത്ര തന്നെ പോയി കൂടിയ. പക്ഷേ ഞങ്ങൾ മറീന ബീച്ചാണ് ഞങ്ങൾക്ക് മിസ്സായത്. മറീന ബീച്ചും മിസ്സായി, നമുക്ക് മറ്റേതും മിസ്സായി. പക്ഷേ ഞങ്ങളവിടെ കുറച്ച് നേരം നടന്ന്, അത് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ റീലത്തെ കുറച്ച് ആൾക്കാർ നമ്മളവിടെ നിന്ന് കണ്ടീന്, സെലിബ്രിറ്റീസിനെ. അപ്പോൾ അതുപോലെപ്പോൾ ഞാനൊരു വീഡിയോ ഫോട്ടോ എടുത്തിന്. വല്ലാണ്ട് പ്രത്യേകിച്ച് നല്ലൊരു ഇതൊന്നും കാണുക. നമ്മളെ മറ്റേ ഹൈലൈറ്റ് മാളും അതിൽ തന്നെയാണ് മറ്റേ ലുലു മാൾ, കുറച്ചും കൂടി വലുതാണെന്നുള്ളൂ.
പിന്നെന്താ, പിന്നെ അതൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസിനും വ്ളോഗ് വീഡിയോസിനും പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാൻ ഞങ്ങൾ പുതിയ പുതിയ കണ്ടൻറ്റൊക്കെ ഇറക്കിയാണ്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ കൂടെ എപ്പോഴും നിൽക്കണം. അപ്പോൾ പുതിയ പുതിയ വീഡിയോസിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.